ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 24/5/2025 നടന്ന ഡിഗ്രി പ്രിലിംസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യനാണ്. ഫസ്റ്റ്, നിസ്സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. 1, 2, 4. താഴെ പറയുന്നവയിൽ ഏതാണ് ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യം? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. മുകളിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാം. കേരളത്തിലെ സാമൂഹ്യ മത നവീകരണത്തെക്കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനയിൽ ഏതാണ് തെറ്റ്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. 1905 ഡോക്ടർ പൽപ്പു ആണ് സാധുജന പരിപാലന സഭ സ്ഥാപിച്ചത്. താഴെ പറയുന്നവയിൽ ഏതാണ് 1857 കലാപത്തിന്റെ ഫലമായി ഉണ്ടായത്? ഓപ്ഷൻ സി ആണ് വരുന്നത്. 1, 2, 3. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിൽ ഏതെല്ലാമാണ് ശീത യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ എ ആണ് വരുന്നത്. 1, 3, 4. മുഗൾ വാസ്തുവിദ്യയെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ഡി ആണ്. തന്നിരിക്കുന്നവയിൽ ഒന്നും ശരിയല്ല. താഴെ പറയുന്നവയിൽ ഏതാണ് 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമത്തിന്റെ ഭാഗമല്ലാത്തത്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഓപ്ഷൻ ബി അല്ല, ഓപ്ഷൻ സി ആണ് വരുന്നത്. നാലാമത്തെയാണ് ശരി. താഴെ പറയുന്നവരിൽ ആരൊക്കെയായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിലെ പ്രധാന നേതാക്കൾ? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. മുകളിൽ പറഞ്ഞവരെല്ലാം വരും. ടി കെ മാധവൻ, കെ പി കേശവമേനോൻ, മന്നത്തു പത്മനാഭൻ, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, സി വി കുഞ്ഞിരാമൻ. റഷ്യൻ വിപ്ലവത്തെക്കുറിച്ചുള്ള ഈ പ്രസ്താവനയിൽ ഏതൊക്കെയാണ് ശരി? ഓപ്ഷൻ ബി ആണ് വരുന്നത്. 1, 3. കേരള ചരിത്രത്തെക്കുറിച്ചുള്ള സ്രോതസ്സുകളെക്കുറിച്ചുള്ള ഈ പ്രസ്താവനകൾ ഏതാണ് ശരിയല്ലാത്തത്? ഓപ്ഷൻ ബി ആണ്. 1, 4. ഭാരതീയ മൺസൂണിന്റെ തീവ്രതയും വ്യത്യാസവും എന്തെന്ന് നിർണ്ണയിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ് ഏറ്റവും ഉചിതമായ വിശദീകരണം? ഓപ്ഷൻ ബി ആണ് വരുന്നത്. പാലക്കാട് ചുരത്തിന്റെ പ്രാദേശിക കാലാവസ്ഥയിലും മനുഷ്യ പ്രവർത്തനങ്ങളിലുമുള്ള വിപുലമായ സ്വാധീനം ഏറ്റവും ഉചിതമായി വിശദീകരിക്കുന്ന താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ സി ആണ് വരുന്നത്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് വലിയ തോതിലുള്ള ദുരന്ത നിവാരണ ആസൂത്രണത്തിൽ ടോപ്പോഗ്രാഫിക് മാപ്പുകളുടെ ഒരു പ്രധാന പരിമിതിയെ ഏറ്റവും നന്നായി വിവരിക്കുന്നത്? ഓപ്ഷൻ എ ആണ്. ഭൂമിശാസ്ത്രപരമായ സമയപരിധിക്കുള്ളിൽ ഒരു ഭൂപ്രദേശത്തെ രൂപപ്പെടുത്തുന്നതിൽ കാലാവസ്ഥയും ഭൂരൂപീകരണ പ്രക്രിയകളും തമ്മിലുള്ള പരസ്പര ബന്ധം ഏറ്റവും നന്നായി വ്യക്തമാക്കുന്ന സാഹചര്യം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഭാരതത്തിന്റെ ഭൂമിശാസ്ത്രാത്മക സവിശേഷതകൾ മൺസൂൺ കാലാവസ്ഥയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെ ഏറ്റവും നല്ല രീതിയിൽ വിശദീകരിക്കുന്നത് ഏത് പ്രസ്താവനയാണ്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. നികുതി വരുമാനവും നികുതിയേതര വരുമാനവും സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. 2 മാത്രമാണ്. വരുമാന കമ്മിയും ധനക്കമ്മിയും തമ്മിലുള്ള വ്യത്യാസം ശരിയായി വ്യക്തമാക്കുന്ന പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ ആണ് വരുന്നത്. താഴെ പറയുന്നവയിൽ ഏതാണ് ദേശീയ വരുമാനം എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ സി ആണ് വരുന്നത്. ഘടകമൂല്യത്തിൽ അറ്റ ദേശീയ ഉൽപ്പന്നം. ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ് ഗരീബി ഘടാവോ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ടത്? 5ാമത്തെ പഞ്ചവത്സര പദ്ധതിയിലാണ്. നീതി ആയോഗിന്റെ ഘടനയെക്കുറിച്ചുള്ള സത്യമായ പ്രസ്താവന ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. 1, 1, 3. വകുപ്പുവൽക്കരണത്തിന്റെ 4 അടിസ്ഥാനങ്ങൾ 4Ps എന്നറിയപ്പെടുന്നു. അവ ഏതെല്ലാമാണ്? ഓപ്ഷൻ സി ആണ് വരുന്നത്. 1, 3, 4. 2024 മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം? ഓപ്ഷൻ എ ആണ് വരുന്നത്. നമ്മുടെ അവകാശങ്ങൾ, നമ്മുടെ ഭാവി, ഇപ്പോൾ. എല്ലാ സർക്കാർ സേവനങ്ങളും ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴി ഇന്ത്യയിലെ പൗരന്മാർക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച ഒരു സംരംഭമാണ് നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ. താഴെ പറയുന്ന ഏത് വകുപ്പുകളാണ് നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ രൂപീകരിച്ചത്? ഓപ്ഷൻ ബി ആണ്. 1, 2. വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 24 പ്രകാരം കേരള സർക്കാർ ചില സംഘടനകളെ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ വിവരങ്ങൾ നൽകാൻ അവർ ബാധ്യസ്ഥരാണ്. ഓപ്ഷൻ ബി ആണ് വരുന്നത്. 1, 2, 3. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഇന്ത്യൻ ഭരണഘടനയിലെ മിനി റിവിഷൻ എന്ന് അറിയപ്പെടുന്ന ഭേദഗതി 42ാം ഭേദഗതിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 താഴെ പറയുന്നത് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ആണ്. തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ. 73ാം ഭേദഗതി നിയമം നേരിട്ട് ബാധകമല്ലാത്ത സംസ്ഥാനങ്ങൾ തിരിച്ചറിയുക. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 1, 2, 3, 4. ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെടുകയും നടപ്പിലാക്കപ്പെടുകയും ചെയ്തത്? ഓപ്ഷൻ സി ആണ് വരുന്നത്. നവംബർ 26, 1949, ജനുവരി 26, 1950. ഭരണഘടനാ സംവിധാനത്തിന്റെ പരാജയത്തിന്റെ പേരിൽ ഒരു സംസ്ഥാനത്തെ രാഷ്ട്രപതി ഭരണം നടപ്പിലാക്കാനുള്ള വകുപ്പ്? ആർട്ടിക്കിൾ 356. കേന്ദ്ര കഥാപാത്രമായി വരുന്ന സമകാലീന മലയാള നോവൽ ഏത്? ഓപ്ഷൻ എ ആണ്. സമരശില.
ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയായ ചേരമാൻ ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത്? ഓപ്ഷൻ ബി ആണ് വരുന്നത് കൊടുങ്ങല്ലൂർ. ഭയകൗടില്യ ലോഭങ്ങൾ വളർത്തിയുള്ളൊരു നാടിനെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച മലയാള ദിനപത്രം ഏത്? സ്വദേശാഭിമാനിയാണ്. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ മാറ്റുമതികളിൽ നിങ്ങളെത്താൻ. കുമാരനാശാന്റെ ഏത് കൃതികളിലെ വരികളാണിത്? സ്ഥൂരാവസ്ഥയാണ്. ഏത് അനുഷ്ഠാന കലയുമായി ബന്ധപ്പെട്ടാണ് കടമനിട്ട എന്ന സ്ഥലം പ്രശസ്തമായത്? പടയണിയാണ്. കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് സമത്വ സമാജം എന്ന സാമുദായിക സംഘടന ആരംഭിച്ച നവോത്ഥാന നായകൻ അയ്യ വൈകുണ്ഠസ്വാമികളാണ്. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ആദ്യമായി മലയാളത്തിന് നേടിത്തന്നത് ശ്രീ PJ ആന്റണിയാണ്. സിനിമ ഏതാണ്? ഓപ്ഷൻ സി ആണ് നിർമ്മാല്യം. ഒളിമ്പിക് സത്യപ്രതിജ്ഞ ആദ്യമായി നടത്തിയ വർഷം 1920. ഓപ്ഷൻ എ ആണ്. ബംഗ്ലാദേശിന്റെ ദേശീയ കളി കബഡിയാണ്. ഓപ്ഷൻ ബി. ലിബറോ എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? ഓപ്ഷൻ സി ആണ് വോളിബോൾ. ഓൺലൈൻ ഹരാസ്മെന്റ് ഏത് വിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻ സി ആണ് സൈബർ ബുള്ളിംഗ്. ലാൻഡ് ബാൻ എന്നിവയെ സംബന്ധിച്ച് ശരിയായത് ഏതെല്ലാമാണ്? ഓപ്ഷൻ എ ആണ്. താഴെ പറയുന്നവയിൽ സ്പ്രെഡ്ഷീറ്റ് അല്ലാത്തവ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറയുന്നവ ഒന്നുമല്ല. ഹാർഡ് ഡിസ്ക് എന്ന സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ്. ഓപ്ഷൻ എ ആണ്. മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ്. താഴെ പറയുന്നവയിൽ ഏത് പ്ലാറ്റ്ഫോം ആണ് വീഡിയോ കോൺഫറൻസിന് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് 1, 2, 3. IUPAC രസതന്ത്രത്തിലെ മികച്ച 10 സാങ്കേതിക വിദ്യകൾ 2024 പ്രഖ്യാപനത്തെ അടിസ്ഥാനമാക്കി ശരിയായ ഗ്രൂപ്പിംഗ് തിരിച്ചറിയുക. ഓപ്ഷൻ എ ആണ് വരുന്നത്. 2014 ആധുനിക ആവർത്തന പട്ടികയിൽ 4 പുതിയ മൂലകങ്ങൾ ചേർക്കപ്പെട്ടു. അങ്ങനെ ആവർത്തന പട്ടികയിലെ 7ാമത്തെ പീരീഡ് പൂർത്തിയായി. താഴെ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളിൽ നിന്നും പുതുതായി ചേർത്ത മൂലകങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്ത ഒറ്റ മൂലകം. ഓപ്ഷൻ ഡി ആണ്. ഇന്ത്യയുടെ ദേശീയ വിവരാവകാശ ദിനാഘോഷത്തെ സംബന്ധിച്ച് ശരിയായ വാക്യങ്ങൾ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി ആണ് 1, 3, 4. പ്രപഞ്ചത്തിലെ ഓരോ കണികകളും മറ്റെല്ലാ കണികകളെയും F=G(m1m2)/r² എന്ന ശക്തിയോടെ ആകർഷിക്കുന്നു എന്ന ന്യൂട്ടന്റെ സാർവത്രിക ഗുരുത്വാകർഷണ നിയമം പ്രസ്താവിക്കുന്നു. ഇത് G and R എന്നിവ യഥാക്രമം ഡാഷ് ആകുന്നു. ഓപ്ഷൻ എ ആണ്. ആഗോളതാപന സാധ്യത സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ആണ് വരുന്നത്. മാത്സ് ക്വസ്റ്റ്യനുകളാണ്. 51 ആൻസർ ബി ആണ് വരുന്നത്. 52 ഓപ്ഷൻ സി ആണ് വരുന്നത്. 53 ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 54 ഓപ്ഷൻ എ ആണ് വരുന്നത്. 55 ഓപ്ഷൻ സി ആണ് വരുന്നത്. 56 ഓപ്ഷൻ ബി ആണ് വരുന്നത്. 57 ഓപ്ഷൻ ബി ആണ് വരുന്നത്. 58 ഓപ്ഷൻ എ ആണ് വരുന്നത്. 59 ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 60 ഓപ്ഷൻ എ ആണ് വരുന്നത്. 61 ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 62 ഓപ്ഷൻ ബി ആണ് വരുന്നത്. 63 ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 64 ഓപ്ഷൻ സി ആണ് വരുന്നത്. 65 ഓപ്ഷൻ ബി ആണ് വരുന്നത്. 66 ഓപ്ഷൻ എ ആണ് വരുന്നത്. 67 ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 68 ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 69 ഓപ്ഷൻ സി ആണ് വരുന്നത്. 70 ഓപ്ഷൻ സി ആണ് വരുന്നത്. ഇത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ആണ്. 71 ഓപ്ഷൻ ബി ആണ് വരുന്നത്. 72 ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 73 ഓപ്ഷൻ എ ആണ് വരുന്നത്. 74 ഓപ്ഷൻ സി ആണ് വരുന്നത്. 75 ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 76 ഓപ്ഷൻ സി ആണ് വരുന്നത്. 77 ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 78 ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 79 ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 80ാമത്തത് 71 ഓപ്ഷൻ സി ആണ് വരുന്നത്. 80 ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 81 ഓപ്ഷൻ സി ആണ് വരുന്നത്. 82 ഓപ്ഷൻ ബി ആണ് വരുന്നത്. 83 ഓപ്ഷൻ ബി ആണ് വരുന്നത്. 84 ഓപ്ഷൻ എ ആണ് വരുന്നത്. 85 ഓപ്ഷൻ സി ആണ് വരുന്നത്. 86 ഓപ്ഷൻ എ ആണ് വരുന്നത്. 87 ഓപ്ഷൻ ബി ആണ് വരുന്നത്. 88 ഓപ്ഷൻ സി ആണ് വരുന്നത്. 89 ഓപ്ഷൻ എ ആണ് വരുന്നത്. 90 ഓപ്ഷൻ ബി ആണ് വരുന്നത്. അടുത്ത മലയാളം ക്വസ്റ്റ്യൻ ആണ്. പാർവതി ജാനി എന്ന പദം ഘടകപദങ്ങളായി വേർതിരിക്കുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻ സി ആണ് വരുന്നത്. സർപ്പനായം എന്ന ശൈലിയുടെ അർത്ഥം വ്യക്തമാക്കുക. ഓപ്ഷൻ സി ആണ് വരുന്നത്. പ്രേ പ്ലസ് മാനം എന്നീ ശബ്ദങ്ങൾ ചേർത്ത് എഴുതിയാൽ കിട്ടുന്ന രൂപം.
പ്രമാണമാണ്. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. തുടക്കം തന്നെ ഒടുക്കം ആയിത്തീരുന്ന അവസ്ഥയെ കുറിക്കുന്ന പഴഞ്ചൊല്ല് ഏതാണ്? ഓപ്ഷൻ സി ആണ് വരുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് എന്നതിന്റെ മലയാള പരിഭാഷ പദരൂപം ഏതാണ്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. മാനക ഭാഷ. പ്രേക്ഷകൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ആണ് വരുന്നത്. പ്രേക്ഷകൻ. താക്കോൽ എന്ന പദം തിരിച്ചെഴുതുന്നത് എങ്ങനെ? ഓപ്ഷൻ ബി ആണ് വരുന്നത്. താഴെ പ്ലസ് കോലൻ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പദരൂപം ഏത്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. വിദ്യാർത്ഥി. ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അന്യരുടെ കുറ്റം പരസ്യമായി പറയുന്നത് നല്ല നയമല്ലെന്ന കാര്യം എപ്പോഴും ഓർക്കണം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ബഹുവചന രൂപം അല്ലാത്തത്? ഓപ്ഷൻ എ ആണ് വരുന്നത്.